നമസ്കാരം. ലേഡി സാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അനുശ്രീ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ടെൻഷനെ കുറിച്ചാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ടെൻഷൻ. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഇപ്പൊ ഈ പരിപാടിക്ക് തന്നെ കൃത്യസമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള പല പല ടെൻഷനുകളാണ് എല്ലാവർക്കും ഉള്ളത്. മെഡിക്കലി തന്നെ പറയുന്നത് ആങ്സൈറ്റി എന്നാണ്. ആങ്സൈറ്റി ശരിക്കും ഇറ്റ് ലീഡ്സ് ടു ഡിപ്രഷൻ. ഇപ്പം ഏറ്റവും അധികം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ ഇന്നാൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി, ആങ്സൈറ്റിയെ പറ്റി. ആങ്സൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ 4-ൽ ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ട്. ഈ ആങ്സൈറ്റി ഉള്ള ഒരാൾ ഡിപ്രഷൻ എന്ന ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നടന്ന് നീങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കാണ് കൂടുതൽ ടെൻഷൻ എന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ പ്രോൺ ആണ്, കാരണം അവർക്ക് ഇരുന്ന് ചിന്തിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നു. പുരുഷന്മാര് കൂടുതൽ മെന്റലി എൻഗേജ്ഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇന്ന് ടെൻഷനെ കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കാതെ ഒരു സെഗ്മെന്റ് കണ്ടിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരാം. ആദ്യത്തെ സെഗ്മെന്റ് സ്മാർട്ട് ലേഡി. ഹായ്, ഐ എം ഷീബ മണിശങ്കർ. ഞാൻ ഫിലിം കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇപ്പം 1.5 വർഷമായിട്ട് പനമ്പള്ളി നഗർ എറണാകുളത്ത് നായിക എന്ന് പറഞ്ഞൊരു ബുട്ടീക്ക് നടത്തുവാണ്. നായിക എൻ്റെ ഫസ്റ്റ് മലയാളം ഫിലിമാണ്. ജയരാജ് സാറായിരുന്നു ഡയറക്ടർ. അതിൽ ജയറാം, പത്മപ്രിയ, മമത അവരൊക്കെ അവൻ അഭിനയിച്ചത്. അപ്പം ഇങ്ങനെ ഒരു ബുട്ടീക്ക് തുടങ്ങണം എന്നുള്ളൊരു ആശയം വന്നപ്പം എന്ത് പേരിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പേര് ആലോചിച്ചു. ഫൈനലി ഒരു ദൈവഭാഗ്യം പോലെ നായികയിൽ വന്ന് നിന്നു. അപ്പം നായിക എന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടല്ലോ, നമുക്കൊരു ഹീറോയിൻ കോൺസെപ്റ്റ്. ഈ ഹീറോയിനെ പോലെ ആവണം, അല്ലെങ്കിൽ ഈ ഹീറോയിനെ പോലെ ഡ്രസ്സ് ചെയ്യണം. ഇത് വളരെ ആപ്റ്റാണെന്ന് തോന്നിയിട്ട് പിന്നെ ജയരാജ് സാറിനോടുള്ള ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു ഗുരുദക്ഷിണ പോലെയാണ് ഈ പേരിട്ടത്. ഇതിൽ കൂടുതലും റെഡിമെയ്ഡും ഉണ്ട്, നമ്മുടെ കസ്റ്റം മെയ്ഡാണ് കൂടുതൽ ചെയ്യുന്നത്. റെഡിമെയ്ഡ്സ് ബോംബെ, ഡൽഹി, ജയ്പൂർ അങ്ങനെ ഇന്ത്യക്കകത്തുള്ള പല സ്ഥലത്ത് നിന്ന് സോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കസ്റ്റം മെയ്ഡ് ഇപ്പം എല്ലാവർക്കും നമുക്ക് നേരിട്ട് പോയി കടയിൽ പോയി അത് വാങ്ങിച്ചിടുന്നതിനെക്കാട്ടിലും അവനവൻ്റെ അഭിരുചിക്കനുസരിച്ചുള്ള കളേഴ്സും പാറ്റേൺസും ഡിസൈൻസും പറഞ്ഞ് ഡിസൈൻ ചെയ്ത് പ്രത്യേകിച്ച് ബ്രൈഡ്സിന് അവരുടെ തന്നെ ഒരിഷ്ടം ചൂസ് ചെയ്യാനുള്ള ഒത്തിരി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പം ബ്രൈഡ് മെയ്ഡ്സ്, ഫ്ലവർ ഗേൾസ്, പിന്നെ അവരുടെ അച്ഛനമ്മ, ഒരേ കളർ തീം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ അതൊരു തീം വെഡ്ഡിങ് ഒക്കെയാണ്. അങ്ങനെയൊക്കെയാണ് കുറേ പേര് വരുന്നത്. ഒരു 10-30 സിനിമയോളം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. റാങ്ക് ഹോൾഡർ ആയിരുന്നു അവിടുത്തെ. സാറിൻ്റെ ആയിരുന്നു ഫസ്റ്റ് ഫിലിം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സ്റ്റേറ്റ് അവാർഡിനൊക്കെ പരിഗണിച്ചതാണ്. പക്ഷേ അത് വേറൊരു ഫിലിമായിട്ട് വന്നപ്പം ഈ നായിക പോയതാണ്. പക്ഷേ സാറിൻ്റെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഇത് സ്റ്റേറ്റ് അവാർഡിന് കിട്ടേണ്ടതായിരുന്നു. അത് തന്നെ ഒരു അവാർഡ് കിട്ടിയ ഒരിതാണ്. പഴയ കാലം മോക്ക് ചെയ്ത് കുറേ ചെയ്യാനുണ്ടായിരുന്നു നായികയിൽ. അത് എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം കുറേ പടങ്ങൾ ചെയ്തു. ഓരോ പടവും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പേര് കിട്ടിയത് ഇപ്പം പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടി ലാൽ ജോസ് സാറിൻ്റെ കൂടെ ചെയ്ത പടമാണ്. അതും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്, ഇത്രയും വലിയൊരു ലെജൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ ചട്ടക്കാരി കമേഴ്സ്യലി ഭയങ്കര ഒരു ഹിറ്റ് ആയിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് വരാനും എവിടെയെങ്കിലും വെച്ച് ഈ പടം ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നത് ഈ ചട്ടക്കാരി എന്നുള്ള ഫിലിമിലാണ്. അതും എല്ലാ ഡ്രസ്സും ഈവൻ ഒരു ചെറിയൊരു തൊപ്പി പോലും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. കാര്യം ആ പഴയ കാലത്തിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതും ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ പടങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ കടയിൽ പോയി മേടിച്ച് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഒരു നല്ല പേര് കിട്ടി. പിന്നെ ഒരു ഒട്ടുമിക്ക നല്ല നല്ല സ്റ്റാർസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിൻ്റെ ഒരു പിൻബലമാണിപ്പം ഒരു നായികയ്ക്കുള്ളത്. ഇപ്പോൾ എന്നെ അന്വേഷിച്ച് വരുന്നതാണെങ്കിലും ഈ ഫിലിമിൽ ചെയ്തു എന്ന് പറയുമ്പം അവർക്ക് കുറച്ചും കൂടെ എൻ്റെ അടുത്തൊരു കംഫർട്ടബിളാണ്. ഫിലിമിൽ ചെയ്തതാണ്, അപ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് അതല്ലാത്തവരും ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ട്. ഈ മേഖല തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഓരോ ആൾക്കാർക്കും ഉള്ളിലൊരു ടേസ്റ്റ് കാണും. എനിക്ക് തോന്നുന്ന എന്താ പറയുക, എൻ്റെ ഒരു കുഞ്ഞുനാൾ മുതലേ പടം വരയ്ക്കുക, ഡിസൈൻ ചെയ്യുക. അപ്പോൾ എന്നെ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാം ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ചിലതരം ഡ്രസ്സെല്ലാം ഇട്ട് കോളേജിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. ഇത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വീട്ടുകാർ എല്ലാവരെയും പോലെ തന്നെ ഡിഗ്രി കഴിയണം എന്നിട്ട് പഠിക്കാം എന്നുള്ളൊരിതിലായിരുന്നു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞു, എന്തിനും ഒരു ബേസിക് വേണമെന്നുള്ള ഫാഷൻ ഡിസൈനിങ് തന്നെ പോയി. അത് തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുമ്പോഴാണ് അതിൽ പൂർണ്ണമായൊരു ആത്മാർത്ഥത നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ്. ഈ ജോലിയോട് അങ്ങനെ ഒരു മടുപ്പ് തോന്നില്ല. കാര്യം ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും ഡ്രസ്സിനോടൊക്കെ താല്പര്യമാണെങ്കിലും പുതിയ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, അവർക്ക് കൊടുക്കുക, അത് അവരിട്ട് നമുക്ക് ഒരു റിവ്യൂ അയയ്ക്കുക, നല്ലതാണെന്ന് പറയുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. നമുക്ക് ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ള ഒരിതാണ്. അപ്പോൾ ചെറുതൊട്ട് ഇത് തന്നെയാണ് താല്പര്യം. ഇപ്പോൾ എൻ്റെ മോക്കാണെങ്കിലും ഇതിൽ തന്നെയാണ് താല്പര്യം. അവൾക്ക് പടം വരയ്ക്കലും ഡിസൈനിങ് അവളും അതിന് തന്നെ പോകുമെന്ന് പറഞ്ഞില്ല. ഞാനുള്ളതുകൊണ്ടല്ല, അത് നല്ല എന്നെക്കാട്ടിലും ഒരു പടി മുകളിലുള്ള ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് ഒരു കുട്ടിയാണ്. അപ്പം അങ്ങനെ ഇതിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരവില്ല, ഇത് തന്നെയായിരിക്കും. ഫിലിം എന്നുള്ളതില്ല, കാര്യം ഫിലിമിൽ ഫാമിലിയിൽ കുറേ പേരൊക്കെ ഫിലിമിൽ ഉള്ളായിരുന്നുകൊണ്ട് ഫിലിമിൽ വന്നതാണ്. ഫിലിം എന്നുള്ളത് എൻ്റെ അങ്ങനെ ഒരു ഫോക്കസ് അല്ലായിരുന്നു. ഓരോ നമുക്ക് തലയിൽ വിധിച്ച പോലെ ഫിലിമിൽ കിട്ടി, ഫിലിം ചെയ്തു. പക്ഷെ അത് ഇതിന് വലിയൊരു ഉപകാരമായി ഈ നായിക എന്നുള്ള ബുട്ടീക്കിന്. ഇപ്പം എല്ലാ മേഖലയിലും എല്ലാ ജോലികൾക്കും ഉള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ ബുട്ടിക്കിനും ഉണ്ട്, ഫിലിമിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനുണ്ട്. ഫിലിമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയമാണ് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യേണ്ടിയൊക്കെ വരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഔട്ട്സ്കേർട്ടിലായിരിക്കും ഷൂട്ട്, അപ്പം അത് കിട്ടൂല, അവൈലബിലിറ്റി കാണത്തില്ല. പക്ഷേ ഡയറക്ടർ അവരൊക്കെ നമ്മളുള്ള വിശ്വാസത്തിൽ ഇതെനിക്ക് ഇന്നേ സമയം വേണമെന്ന് പറയാം, അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്. പിന്നെ പഴയ കാലഘട്ടത്തിൽ പണ്ടത്തിനെക്കാട്ടി കുറച്ചുകൂടി ഈസിയാണ്, പക്ഷേ ചില സാധനങ്ങൾ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാവും, നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതൊക്കെ മെൻ്റലി ഭയങ്കര ഒരു എന്താ പറയുക സ്ട്രെയിൻ ആണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പം ബുട്ടീക്കിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലം വെച്ചാൽ ഈ പനമ്പള്ളി നഗറിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50 ബുട്ടീക്കോളം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും എന്ത് സർവീസ് കൂടുതൽ കൊടുക്കുന്നു അതിനനുസരിച്ചാണ് ആളുകൾ വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര കസ്റ്റം മെയ്ഡാണ്, ഒരു കസ്റ്റമറെയാണ് കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈ ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അത് റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ. അല്ലാതെ ഇതിപ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു നിങ്ങൾ കൊണ്ടുപോകും അങ്ങനെ ഒരു ഇതില്ല. അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും പ്രധാനം, അതുണ്ട്. പിന്നെ അവരുടെ ടേസ്റ്റിനാണ് നമ്മൾ കൂടുതൽ വിടുന്നത്. അവർക്കിപ്പം ഫൈനലി ഒന്നും ടേസ്റ്റ് പറയാനില്ലെങ്കിൽ ഞങ്ങളൊരു ബാക്കപ്പ് സപ്പോർട്ട് പോലെ ചെയ്യും. ഇപ്പം ഒരു ഐഡിയ ഇല്ലാതെ വന്നാൽ ഞങ്ങൾ തന്നെ കളറും ഒക്കെ സെലക്ട് ചെയ്ത് ഇന്നേ ഡിസൈൻ ഇന്നേ ദേഹത്തിന് ഈ ശരീരത്തിന് ഇത് ചേരും, ഈ കളറിന് ഇത് ചേരും എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിനും ഒരു കോമ്പറ്റീഷൻ ഉള്ള പോലെ ബുട്ടീക്കിന് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് 100% ഇല്ലെങ്കിലും കുറച്ച് ശതമാനം ആത്മാർത്ഥത ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ
പെണ്ണുങ്ങളാണല്ലോ ഈ ഷോപ്പിങ്ങിന് കൂടുതൽ, ലേഡീസ് ഓറിയൻറ്റഡ് ആണിത്. അപ്പം കൂടുതലും ഇപ്പം ഷോപ്പിങ്ങിന് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അറിയാം ആണുങ്ങളൊരു ഭാഗത്തിരിക്കുമായിരിക്കും. ഇപ്പോൾ കൂടുതൽ എല്ലാവർക്കും ഈ ഗൂഗിൾ ഇതൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്തൊക്കെ ഡിസൈൻ, എന്തൊക്കെ ബോഡിക്ക് ചേരും, എന്തൊക്കെ കളർ. അപ്പോൾ അവർക്കെല്ലാം ഒരുമാതിരി എല്ലാവർക്കും ഐഡിയ ഉണ്ട്. എല്ലാവരും കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റിയും കൂടെയാണ്. അവർക്ക് വന്ന് ഇന്നത് വേണമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാനൊരു ആൾക്കാർ, ഇപ്പം വെഡ്ഡിങ്ങിന് അങ്ങനെ ഒരു പലതും അങ്ങനെ ആയല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. കുറച്ചുകൂടെ ഭയങ്കര നമ്മുടെ ടെക്നോളജി ഭയങ്കര വലുതായി. അപ്പം വന്ന് നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതലൊരു സഹായമാണ്. എല്ലാ പടത്തിനോടും ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ ചിലത് നമുക്ക് മാനസികമായ ചില ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പറയേണ്ടത് ആദ്യത്തെ പടം തന്നെയാണ്. കാര്യം ആ ഒരു പടം ആ സാറ് തന്നില്ലായിരുന്നെങ്കിൽ, ജയരാജ് സാർ എനിക്ക് ഇപ്പം എന്നെ വിളിച്ച് എന്നിലൊരു വിശ്വാസം അർപ്പിച്ച് തന്നില്ലായിരുന്നെങ്കിൽ മേ ബി ഇത്രയും പടമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. സാറിന് ഭയങ്കര ട്രസ്റ്റായിരുന്നു. എനിക്ക് ഡൽഹിയിൽ വെച്ചാണ് ഞാൻ സാറിനെ പരിചയപ്പെട്ടത്. അപ്പോൾ സാർ ഒരു ദിവസം വെറുതെ വിളിച്ച് പറഞ്ഞത് ഈ പടം തന്നത് ഏറ്റവും വലിയൊരു ജോലി തന്നെയായിരുന്നു. ഒത്തിരി കാലഘട്ടം, 3 കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പടം എന്നും എൻ്റെ പ്രിയപ്പെട്ട പടമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പേരിടാനും പറ്റിയത്. പിന്നെ പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടി, ലാൽജി സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്താൽ തന്നെ നമുക്കൊരു 100 പടം ചെയ്ത ഒരു പേരും ഒരു അനുഭവവും ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ്. അതും ഭയങ്കര പ്രിയപ്പെട്ട പടമാണ്. പിന്നെ ചട്ടക്കാരിയും എൻ്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പടമാണ്. ബാക്കി എല്ലാ പടങ്ങളോടും ഇഷ്ടമുണ്ടെങ്കിലും ഇത് 3നോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. എല്ലാവരെയും പോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റ്, എന്താ പറയുക, ഒരു കാലഘട്ടത്തിന്, വളരെ പഴയ കാലഘട്ടം, അങ്ങനെ ഒരു ഓറിയൻറ്റഡ് പീരിയോഡിക് മൂവി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചേ വരുന്നുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ അത് ചെയ്ത്, കാര്യം അതിൽ നമുക്ക് ഒരുപാട് ഇന്നോവേറ്റീവായിട്ട് നമുക്ക് ഒരുപാട് റിസർച്ച് കാര്യങ്ങളുമൊക്കെ നടത്തി ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ഫിലിം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് അനുഗ്രഹം പോലെ ഇരിക്കും, വരുവാണെങ്കിൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഇപ്പം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഫാഷൻ എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും വളരെ, എന്താ പറയുക, ഭയങ്കര എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ ഒരു കുഞ്ഞു കുട്ടി തൊട്ട് പ്രായമുള്ള ഒരാൾ വരെ അവർക്ക് ചേരുന്ന, അവർക്ക് അപ്പോൾ ആ ഫാഷൻ എന്നുള്ളത് പണ്ടത്തെ സങ്കല്പമൊക്കെ മാറി. ഇപ്പം എല്ലാവരും അങ്ങനെയാണ്. ഇന്നേർക്ക് ഈ ഡ്രസ്സേ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇടാൻ പാടില്ല, അങ്ങനെ ഒരു ഇതില്ല. ഒത്തിരി നമുക്ക് ഓപ്പൺ ആണത്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം ബുട്ടീക്ക് തന്നെ വേണമെന്നില്ല, ഫിലിമിൽ ചെയ്യാം, ഏതെങ്കിലും ബ്രാൻഡഡ് ഷോറൂമിൽ നമുക്ക് ഡിസൈനറായിട്ട് പോകാം. പക്ഷെ ഇതിനെല്ലാം നമുക്ക് ബേസിക് ഒരു മിനിമം കുറച്ച് കളർ സെൻസും, ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ബേസിക് ഒരു മിനിമം ഒരു കളർ സെൻസും, എന്തൊക്കെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നന്നാകും, എന്തൊക്കെ ചേരാത്തതുണ്ട്, ഒരു മിനിമം പഠിച്ചിട്ട് വന്നാൽ നല്ലതാണ്. ഇതൊരു സ്പൂൺ ഫീഡിങ് ഒരിതല്ല, ഇതൊരു 100% ഒരു ക്രിയേറ്റീവ് സൈഡാണ്. ചിലപ്പോൾ വളരെ ബ്ലാങ്കായ ഒരു സ്ഥലത്തു നിന്നായിരിക്കും നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാം പഠിച്ച് മഗപ്പ് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഫാഷൻ മേഖലയിലാണെങ്കിലും ഫിലിം മേഖല. ഇപ്പോൾ ഫിലിമിലൊക്കെ ഒരുപാട് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട്, പെണ്ണുങ്ങൾ. ഞാനൊക്കെ വരുമ്പം ലേഡീസ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് ഇരിക്കുന്നത്.